അങ്ങനെ നമ്മളെ കമ്പനീൻ്റെ രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ 7 മണി 7:30 മണിൻ്റെ കാഴ്ചയാണിത്. ഏകദേശം എല്ലാ വണ്ടികളും ഏകദേശം അടുത്തിട്ടുണ്ട്. ഞെക്കപ്പം പോവും. ഏകദേശം മാന്, ആക്ട്രസ്, ടാറ്റ, റിനോൾട്ട് 4 ഐറ്റം വണ്ടികളാണ് ഞങ്ങളുടെ കമ്പനിയിലുള്ളത്. ഇത് ടാറ്റൻ്റെ പ്രൈമ, നമ്മുടെ നാട്ടിലുള്ള ടിപ്പറിൻ്റെ വണ്ടിയില്ലേ, ഇത് 2 വണ്ടിയോ 3 വണ്ടിയായിട്ടുള്ളൂ. പിന്നെ ഒരു 80% വണ്ടികളും മാന്, ആക്ട്രസ്, ഫുള്ള് ആക്ട്രസ്. ഇത് റിനോൾട്ട്, ഇത് ആക്ട്രോസ്, ഇത് റിനോൾട്ട്. ഈ വണ്ടിയാണ് എൻ്റെ അടുത്ത്. ഇത് ബംഗാളിൻ്റെ വണ്ടിയാണ്. ബായ്, അതിൻ്റെ ഉള്ളിലൊരു ബായിൻ്റെ നമ്മളെ ബായ്. ഇത് മാന്, ഇത് മേലാറ്റൂരുള്ള ഷാജഹാൻ്റെ വണ്ടിയാണ്. ബാപ്പുട്ടി കോട്ടോപ്പാടത്തിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഏകദേശം 80% മാന്, ആക്ട്രസ്, അത് നിർത്തിയിട്ടൊക്കെ മാനുകളാട്ടോ. ഇതാണിപ്പോൾ ഞങ്ങളെ കമ്പനീൻ്റെ ഗ്രൗണ്ടിലാണിപ്പോൾ ഞാൻ. ഇതാണ് ഞങ്ങളെ റൂം. ഇതാണ് എൻ്റെ വണ്ടി, ഈ കിടക്കുന്നത്, ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത്. അതിൽ ഈ വണ്ടി നമ്മളെ എൻ്റെ ഒപ്പം കൂടെ പോകുന്ന ഷാജഹാൻഖാൻ്റെ വണ്ടി. ഇത് സിറാജ് പാലക്കാടിൻ്റെ വണ്ടി. ഇതൊക്കെ ഞാൻ അറിയില്ല, അതൊന്നും വന്നാൽ നമ്മളറിയില്ല, രാത്രി വരുന്നതാണ് ഇതൊക്കെ. ഇത് മേലാറ്റൂർ ഷാജഹാൻ്റെ വണ്ടി. ഈ വണ്ടിയിൽ എല്ലാ സിസ്റ്റവും ഉണ്ട്. ക്യാമറ, കാര്യങ്ങൾ, സബ്, ഫുള്ള് റിമോട്ടാണ് കാര്യങ്ങൾ. പിന്നെ എല്ലാ വണ്ടി ഓട്ടോമാറ്റിക് ആട്ടോ. ഒരൊറ്റ വണ്ടി ഇല്ല, ഗിയറില്ല വണ്ടി, ഒക്കെ ഓട്ടോമാറ്റിക് വണ്ടികളാണ്. നമ്മളെ കമ്പനി ഈ തലക്കന്ന് ഇങ്ങനെ തുടങ്ങാണ് ഗ്രൗണ്ട്. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റിലാട്ടോ, മുന്നേക്ക് പോകണുള്ളൂ. ഇതാണ് ഞങ്ങളെ റൂം. ഇതിലിപ്പോൾ ഷാജഹാനും ഉണ്ട്, സിറാജും ഉണ്ട്. ഒരു ഷാജഹാൻ പുറത്തു പോയി. ഇതൊക്കെ ഡ്രൈവർമാരാണ്. തലക്കന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് ഞങ്ങളെ റൂം. നല്ല സൗകര്യമുണ്ട്, വണ്ടി നിർത്താനും. 100 അല്ല 150 വണ്ടി എന്നാലും നിർത്താനുള്ള സ്ഥലമുണ്ട്. പോകാനും എടുക്കാനും ഒക്കെ സുഖമാണ്. ഇത് ഇസൂസു, ഒരു വണ്ടി ഇസൂസു ഉണ്ട്. ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ, റിനോൾട്ടാണ് നമ്മളത്. ഇതിന് കുറച്ച് മൈലേജ് കൂടുതലുണ്ട് ഈ വണ്ടിക്ക്. മാനിന് ഇതിനൊക്കെ കുറച്ച് ആക്ട്രസിനൊക്കെ കുറച്ച് മൈലേജ് ഷോർട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം, 4 ബാത്റൂം. ഇത് ഞങ്ങളെ കിച്ചൺ റൂമാണ്. ഭക്ഷണം ഉണ്ടാക്കേണ്ട പോലെയൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുക. ഇതിൽ ഗ്യാസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കുറേ ഗ്യാസും കുറ്റി നേരം നടക്കുക. വേണ്ട പോലെ അവിടെ അവനവൻ്റെ റൂമിൽ പോയി കണ്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയായി. ഇതൊക്കെ മലയാളികൾ പോണ വണ്ടികളാണ്. ഒരു ആയിരത്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഫുള്ള് മലയാളീസിനെ കണ്ടിട്ടില്ല. ഈ പച്ച വണ്ടി മണ്ണാർക്കാടുള്ള സാദിക്കിൻ്റെ വണ്ടിയാണ്. MP5 പറയും. ഫുള്ള് ക്യാമറയാണ് അതിൽ. സൈഡ് ഗ്ലാസ് പോലും വെച്ചതാണ്. സൈഡ് ഗ്ലാസ് ഒന്നും ഇല്ലാതെ വരുന്ന വണ്ടിയാണിത്. സൈഡ് ഗ്ലാസ്സൊക്കെ ക്യാമറയാണ്. ഉള്ളിൽ വലിയ TV മായിട്ട് ഡിസ്പ്ലേ ആണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക് വണ്ടികളാട്ടോ. മാന്, ആക്ട്രസ്, ഇതൊക്കെ മലയാളീസിൻ്റെ വണ്ടിയാണ്. ഈ നീല, പച്ച, വെള്ള. ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പോകണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. താമരശ്ശേരിയിലുള്ള ഒരാളുണ്ട്, മണ്ണാർക്കാടുള്ള ആളുണ്ട്, കൊണ്ടോട്ടിയിലുള്ള ആളുണ്ട്. കൊണ്ടോട്ടിക്കാർ ഒരു 5-8 ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ ഇത് പിന്നെ എല്ലായിടത്തുണ്ടാവും. പൂച്ച, ചെടി, മുരിങ്ങാമരം, കരിയേപ്പിൻ്റെ ഇല. ഇത് ഈ പച്ചവണ്ടി മണ്ണാർക്കാടുള്ള സാദിക്ക്. ഇതൊക്കെ ഭയങ്കര സെറ്റിങ്സുള്ള വണ്ടികളാണ് ഈ ആക്ട്രസൊക്കെ. അതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ലോകമാണ്. ഫുള്ള് കമ്പ്യൂട്ടറാണ്. ഇതൊക്കെ ഓടിക്കണേ അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ വായിക്കാനും പിടിച്ചാനൊക്കെ അറിയണം.
ഒരു ചെറിയൊരു സ്വിച്ച് മാത്രം. ഫുള്ള് ഗിയറിനൊക്കെ ചെറിയ നമ്മളെ നാട്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ അങ്ങനത്തെ സിസ്റ്റമാണ്. ഇതിങ്ങനെ കുറച്ചൊന്ന് നടന്ന് പോന്നു ഞാൻ. എന്നിട്ട് സുഖമാണ്. ഇതൊരു മലയാളിയാണ്. നമ്മൾ പോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ചിലർക്ക് പറ്റൂല പറഞ്ഞാൽ ചിലർ പോകുന്നതും വന്നതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് ആക്ട്രസ് MP5 ഒക്കെ നല്ല അടിച്ചപൊളി വണ്ടികളാണ്. മാഷാ അല്ലാഹ്. കമ്പനിക്ക് ഇനിയും ഒരുപാട് വാഹനങ്ങൾ വാങ്ങുവാനും അത് ഉപയോഗിക്കുവാനുള്ള ഹയറും ബർക്കത്തും കൊടുക്കട്ടെ. ഒരുപാട് ആൾക്കാർക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട്. മലയാളികളാണ് മാനേജ്മെൻറ്റുകളൊക്കെ. എല്ലാവർക്കും ഇതൊക്കെ മാനാണ്. കേട്ടോ കൂടുതൽ ഇവർ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ടേജ് ആട്ടോ. ഇതിങ്ങനെ ഡ്രൈവർമാരുടെ റൂം ഇങ്ങനെ പോന്ന് അങ്ങനെ പോവണ തല വരെ. ഞങ്ങൾ തലയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പോന്ന് ഇത് നമ്മൾ ഇനി ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ്. ഇതൊന്നിപ്പോൾ നമ്മൾ ഇതിലുള്ള ഫുള്ള് പണിക്കാരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും ഒരുപാട് വണ്ടി വരാനുണ്ട്, ഒരുപാട് വണ്ടി ഇത് പോവാണ്ട്. ഇനി അവിടെ ഒരു ലൈൻ ഉണ്ട്, അവിടേക്ക് നമ്മൾ പോയിട്ടില്ല. ഈ കാണുന്ന ലൈന് അതേമാതിരി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇത് ബംഗാളി വിലക്കെ ഉണ്ട് കേട്ടോ. ഹിന്ദിക്കാരാണ്, UP-ക്കാർ, കാശ്മീരുകൾ വിലക്കെ ഉണ്ട് ഇതിൽ. പാകിസ്ഥാനികളാണ് 80%. അതിൻ്റെ ട്രെയിലറുകളൊക്കെ എങ്ങനെ കേട്ടോ, പല ട്രെയിലറുണ്ട്. ഇത് ജർമ്മനോ, ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരാണ്. നമ്മൾ ടാങ്കറിലെ പണിയെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ട്രെയിലറിൻ്റെ ഫുള്ള് വകുപ്പ് നമുക്കറിയില്ല. ഇത് കന്യാകുമാരിയിലെ അണ്ണൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി ഞങ്ങൾ ഒപ്പം പോയി വന്നതാണ്. ഇത് സിത്താര എന്ന ട്രെയിലർ പൊട്ടിച്ച് കാണ്ട് ആക്കണതാണ്. ഇങ്ങനെ പോന്ന് ഇത് വേറെ ലൈന്, രണ്ടാമത്തെ ലൈന്. ഞാൻ തല വരെ തന്നെ കേട്ടോ. അവിടെ ഫുള്ള് ആ കിടക്കുന്ന വണ്ടികളൊക്കെ മലയാളീസാണ്. ആ തലന്ന് അവിടെ ഫുള്ള് മലയാളികളാണ്. അവിടുന്ന് ഇങ്ങനെ പോന്ന് ഇതിങ്ങനെ പോന്ന് ഇങ്ങനെ പോന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. നല്ലൊരു ഗ്രൗണ്ട്. ഇനി ഇവിടെ അത്രയും സ്ഥലം കാലിയാണ്. എത്ര വണ്ടി വന്നാലും നിർത്താനുള്ള സൗകര്യമുണ്ട്. വരുന്ന വണ്ടിക്കാർക്ക് തിരിക്കാനും പോകാനും സൗകര്യം. അവിടെ സർവീസ് സ്റ്റേഷനാണ്. അവിടെ നമ്മൾ വരിക, നമ്മളെ ഓട്ടം കഴിഞ്ഞാൽ നമ്മൾ വരിക. അവിടെ പൈപ്പുണ്ട്, നല്ല പവർ പൈപ്പ്. കൈമ തട്ടിയാണ്ടല്ലോ കൈ മുറിയാകും, അത്രയും പവറാണ്. അവിടെ വരിക, നമ്മളെ വണ്ടി നിർത്തുക, കഴുകുക. അവിടെ ഒരു സ്വിച്ചുണ്ട്, മോട്ടർ ഇടുക. വണ്ടികൾ എപ്പോഴും നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കണം. ഒക്കെ നല്ല വണ്ടികളാണ്, പുതിയ വണ്ടികളാണ്. നമുക്ക് കൊണ്ടുനടക്കാൻ തോന്നും ചെയ്യും. എന്താ വെച്ചാൽ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയാലേ ഒരു തരി ചളിയോ പൊടിയോ ഒന്നും ഉണ്ടാവില്ല. ഡാഷും കാര്യങ്ങളൊക്കെ ഭയങ്കര, ഉള്ളൊക്കെ നല്ല സെറ്റപ്പാണ്. എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക്കാണ്. എല്ലാ വണ്ടിയിലും ഫ്രിഡ്ജ് കാര്യങ്ങൾ, ഭക്ഷണം വെക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ ഉണ്ട്. 1-2 വണ്ടി മാത്രമേ ഉള്ളൂ ഈ ഇസൂസും ടാറ്റയും. ബാക്കി ഫുള്ള് ആക്ട്രോസ്. ഞാൻ അവിടെയാണ് ഞങ്ങളെ ഓഫീസ്. അവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടേക്ക് പോകണില്ല. എന്താ വെച്ചാൽ അവിടെ കുറേ വണ്ടി നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം, പല്ലേച്ചിട്ടൊന്നുമില്ല. രാവിലെ അങ്ങനെ നീച്ച് പോകുമ്പോൾ എല്ലാ വണ്ടി ഇങ്ങനെ കണ്ടപ്പോൾ ഒരു റായത്ത്, അതിലിങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇതിൽ
ഈ കമ്പനിക്ക് ചാൻസ് ഉണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് ആരും മെസ്സേജ് ഒന്നും അയക്കേണ്ട. അതിന് ചാൻസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും എടുക്കണില്ല. ഇതിലിരുത്തിന് പോലെ ആൾക്കാരൊക്കെ എടുത്തിന്. ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഒക്കെ ഫുള്ളായി എന്നാണ് പറഞ്ഞു. ഇനി ശ്രീലങ്കക്കാർക്ക് മാത്രമേ ഗ്യാപ്പുള്ളൂ. ശ്രീലങ്കയും നേപ്പാളിയോ എന്താ പറഞ്ഞു. ബാക്കിയില്ല, കോട്ട ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി മലയാളികളാരും മെസ്സേജ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയിക്കും. ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് ഇതാണ് ഞങ്ങളെ കമ്പനി. അപ്പോൾ കണ്ട ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു ട്രെയിലർ കേട്ടോ. ഈ ലോക്കുമ്മലാണ് നമ്മൾ കണ്ടെയ്നർ വെക്കുക. ഇത് കണ്ടെയ്നർ കയറ്റി ഇങ്ങനെ തിരിച്ചു വെക്കും. അടിയിൽ ഇവിടെ ഒരു സാധനം തിരിച്ചാണ്ട് അത് തിരിച്ചാൽ കണ്ടെയ്നർ ലോക്കാവും. ഇത് കയറ്റുമ്പോൾ ഇങ്ങനെ ഈ കുറ്റി സ്റ്റഡി ആയിരിക്കണം. 4 കുറ്റിയും ഒരേമാതിരി നിൽക്കണം. ഇതുണ്ടോ, ഇതിൻ്റെ ലോക്കാണിത്. പലയൊക്കെ ബലൂൺ ടൈപ്പാണ്. ഇത് ലീഫ് സെറ്റ് ടൈപ്പാണ്. കൂടുതൽ 80% ട്രെയിലറുകളും ബലൂണാണ്. ബലൂൺ സിസ്റ്റം. ഞാൻ അവിടെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. നമ്മൾ അത് വേറെ കണ്ടെയ്നറുകളാണ്. സിത്താര എന്ന് പറയും. കണ്ടെയ്നറിൻ്റെ വകുപ്പ് അതിൻ്റെ പേരുകൾ എനിക്ക് പറയാൻ അറിയില്ല. എന്താ വെച്ചാൽ നമ്മൾ ടാങ്കറിൽ പണിയെടുത്തുകൊണ്ടേ നമ്മൾ വണ്ടി കേട്ടത്. നമ്മളെ വണ്ടീൻ്റെ നമ്പർ ഇതാണ് 3311. ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ ലേരുന്നോ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഈ വണ്ടി നമ്പർ കാണുകയാണെങ്കിൽ ഇത് ഞാനാണെന്ന് വിചാരിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ഡീസൽ ടാങ്കാണിത്. നമുക്കൊരു ടാങ്കുള്ളൂ. ഇതിൽ ഏകദേശം 850-900 ലിറ്ററൊക്കെ ഡീസലാണ്. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളെ ഇതുണ്ടായിക്കോ, ഉപ്പുമാവ് ഇതുണ്ടായിക്കോ, എനിക്ക് വേണ്ട. അപ്പോൾ അവിടെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കണ്ടെയ്നറുകൾ ഇതാ കിടക്കുന്നത്. ഇതിനിപ്പോൾ എന്താ പറയുക, അത് ഇത് വേറെ ടൈപ്പ് സിത്താര, അത് വേറെ ജർമ്മൻ്റെ ട്രെയിലർ. എന്തൊക്കെ ട്രെയിലറിന് ഓരോരോ പേരുകളുണ്ട്. അതൊന്നും എനിക്കറിയില്ല. നമ്മൾ കൂടുതൽ ഈ ടാങ്കറിൽ പണിയെടുത്തുകൊണ്ട് ആ ടാങ്കറിൻ്റെ കാര്യം നമുക്കറിയുള്ളൂ. അപ്പോൾ ഇതൊരു ഭാഗം. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആയിക്കിട് ഇപ്പം കാട്ടിയെന്നെ. അൽകുമ്രയിലാണ് നമ്മളുള്ളത്. അൽകുമ്രയിൽ എന്താണ് ഗോസൈൻ ദവാറാണ്. ഗോസൈൻ ദവാറിലാണ് ഞങ്ങൾ ഈ റൂമുള്ളത്. കമാല് കാനു എന്നൊക്കെ പറഞ്ഞ യാർഡുണ്ട് ഇവിടെ. അതിൻ്റെ അടുത്താണ് നമ്മളെ യാർഡുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ എല്ലാവരും നമ്മളോട് സഹകരിക്ക്, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരണ്ട. ലൈനിൽ കൂടി പോണ വീഡിയോ. ഇനി കുറേ വണ്ടികൾ അവിടെ മുന്നിലുണ്ടാണ്. ഞാൻ പോയില്ല, കുറേ നടക്കണം. ഓഫീസിൻ്റെ ഫ്രണ്ടേജ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അങ്ങനെ നമ്മൾ കയറ്റി പോയ കണ്ടെയ്നർ ലോഡെല്ലാം ഇറക്കി. ഇനി കണ്ടെയ്നർ ഇവിടെ ഇറക്കി വെക്കണം. അതിന് വേണ്ടി വന്നതാണ്. ഭയങ്കര തിരക്കാട്ടോ ഇവിടെയൊക്കെ. ഇതൊക്കെ കണ്ടെയ്നറുകളാണ് ഈ ഇറക്കി വെച്ചിരിക്കുന്നത്. ബിസ്ക്കറ്റും പറ്റിയല്ല, കണ്ടെയ്നറുകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ഇവിടേക്ക് ലോഡ് ചെയ്യാൻ വരുമ്പോൾ ഈ കണ്ടെയ്നറിനകത്ത് നമ്പറുണ്ട്. ആ നമ്പർ എവിടെയാണ് തിരഞ്ഞു പിടിച്ചണം. എന്നിട്ട് വേണം ട്രെയിനുകാരനോട് പറഞ്ഞ് അത് എടുക്കാൻ. നല്ല റിസ്ക് തന്നെയാണ്. ഈ കൂട്ടത്തിൽ നമുക്കൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ തിരഞ്ഞെടുക്കണമെങ്കിൽ നല്ല നയിപ്പാണോ. കടലാണ്, കടല് ഇരുട്ടായി. 6:45 7 മണിയായി. തബൂക്ക് ദുബൈയിലാണുള്ളത്. ഭയങ്കര തണുപ്പാണ്. നേരെ 6 മണിയായി. ഭയങ്കര തണുപ്പ്. കോട്ടും
സൂട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. എന്താണ് തണുപ്പോ. കടലാണ് കാണുന്നത്. കടല് ഞങ്ങൾ ലോഡ് ഇറക്കി വരും. ഇപ്പൊ എന്താണ് ശിഗിരി എന്ന സ്ഥലത്ത് ലോഡ് ഇറക്കി വരാം. നമ്മുടെ ബാത്റൂം കയറിയപ്പോ കടലിങ്ങനെ കണ്ടപ്പോ ൊന്നും പോരാ. ആകെ മൂടിപ്പോച്ചാക്കാനാ തോന്നുന്നു. നേരെ ഇവിടെ 6:30 മണിയായിട്ടുള്ളൂ. 6:15. എന്താ തണുപ്പ് വരാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിൻ്റെ ഉള്ള്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് വലത്തെ സൈഡ് സീറ്റ്, ഇത് ഈ ഇടത്തെ ഭാഗത്തെ സീറ്റ്. ഇതിന് ഇതൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് ഭാഗത്തും കൈയൊക്കെ വെച്ച് ബാർബർ ഷോപ്പിൽ ഇരിക്കണ മാതിരി ഇരിക്കുക. ഗിയർ ഇപ്പോൾ ഈ ലിവറുമ്പോഴാണ്. ആ ഒരു സാധനം തിരിച്ചാൽ മതി ഗിയർ. AC കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുത്തിട്ട് AC ഒന്നും ആവശ്യമില്ല. നല്ല തണുപ്പാണ്. ഇവിടെ ചാർജർ കണക്ഷൻ ഇതൊക്കെയാണ്. ഓട്ടോമാറ്റിക്കാണ്. ഇവിടെയാണ് കറക്കുക. ഇതിലാണ് ഫ്രിഡ്ജ് വരണത്. ഇതാണ് ഫ്രിഡ്ജ്. ഇതിങ്ങനെ ഇവിടെ ഒരു ഇതുണ്ട്. ഇതിങ്ങനെ നിൽക്കുക, തുറന്നാൽ വരും. ഇതാണ് ഫ്രീസർ. ഇതിനുള്ളൊരു ഐസായിക്കും. ഇപ്പോൾ ഇതൊക്കെ പെരുന്തണുപ്പ. ഇതിനകത്തൊന്നുമില്ല. കുറച്ച് നല്ല വെള്ളം പെരിയിലില്ല. 2 തക്കാളി ഉണ്ടാവില്ല. അതേമാതിരി 2 വെള്ളക്കുപ്പി. ഇതാണ് ഫ്രിഡ്ജ്. ഇത് ഇങ്ങനെ അടച്ച അവിടെ പോയി കിടക്കും. ഇതൊക്കെ ഇതിൻ്റെ അങ്ങനെ നമ്മൾ തബൂക്കിലെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കൊക്കയാണ് താഴത്ത്. ഭയങ്കര ഡേഞ്ചർ ചുരമാണ്. നല്ല ഇറക്കാണ്. ഇങ്ങോട്ടും അങ്ങോട്ടും നല്ല കയറ്റം. ഒരുപാട് വണ്ടികൾ മറിഞ്ഞ അടയാളങ്ങൾ അവിടെ കാണുന്നുണ്ട്. ചുരമാണ്. നമ്മളിപ്പോൾ 7ാമത്തെ ഗിയറിലാണ് കയറുന്നത്. 28 സ്പീഡും. ഓട്ടോമാറ്റിക്കാണ് വണ്ടി. ഓട്ടോമാറ്റിക് അങ്ങനെ ഗിയർ മാറും. ഏകദേശം 1000 കിലോമീറ്റർ ജിദ്ദ നമ്മളെ ഇറക്കുന്നിടത്തേക്ക് വരും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജാക്കാണ് പോകുന്നത്. നല്ല തണുപ്പാട്ടോ ഇവിടെയൊക്കെ. നല്ല തണുത്ത കാലാവസ്ഥ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ ഫസ്റ്റ് വരാം. അപ്പോൾ നമ്മൾ റാബക്കിലാണ്. നമ്മൾ മുതലാളിമാരൊക്കെ ഇവിടെയാണ്. ഞാൻ പണിയെടുത്തതിന് MK ബ്രദേഴ്സിന്റെ മുതലാളിമാർ ഈ റാബക്കിലാണ്. ഈ കാണുന്നതാണ് റാബക്ക്. ഇവിടെയാണ് അവരുള്ളത്. റാബക്കിലാണ് ഫിറോസ്, ഫൈസല്. അവർ രണ്ടാളും അവിടെയാണ്. പിന്നെയുള്ള അങ്ങനെ നമ്മളിപ്പോൾ റാബക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റാബക്കിലാണ്
പോയിക്കൊണ്ടിരിക്കുകയാണ്. റാബക്കാണത്, ഒഴിഞ്ഞ മണലാണ് കാണുന്നത്. അപ്പോൾ അത് ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇനി ഇവിടുത്തെ ഒരു 100-200 കിലോമീറ്റർ ഒഴിഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞത്. ഒരു പമ്പോ കാര്യങ്ങളോ ഒന്നും കാണൂല. ഇതെന്തൊരു കമ്പനിയാണ്. അപ്പോൾ മാഷാ അല്ലാഹ് അങ്ങനെ ഞങ്ങൾ ലോഡ് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് കുഴപ്പങ്ങളൊന്നുമില്ല. ഈ റൂട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പടിഞ്ഞ് വരണം. നമ്മൾക്കിപ്പോൾ ഈ റൂട്ടിൽ ഫസ്റ്റ് വരികയാണ്. ഞങ്ങളിപ്പോൾ റാബക്കിലാണുള്ളത്. റാബക്ക് കഴിഞ്ഞ് തൂവലല്ല യാംബോ കഴിഞ്ഞാൽ ഉംലജിന്ന് ഏതായാലും കുറേ സ്ഥലങ്ങൾ തിരിഞ്ഞു പറഞ്ഞ് പോകാനുണ്ട്. റോഡ് കയറ്റി ഇങ്ങനെ പോവാണ്. ഞാനും ഷാജാനൊക്കെ ഉണ്ട്. ഞങ്ങൾ 4-5 വണ്ടി ഉണ്ട്. ഇത് ഷാജാൻഖാൻ്റെ വണ്ടി, ഇതിൻ്റെ വണ്ടി. ഇപ്പം ഞങ്ങൾ റാബക്കിലുള്ളത്. റാബക്കിൽ നിർത്തിയിരിക്കുകയാണ്. സമയം 6:25 രാവിലെ. വെളിച്ചത്തിൻ്റെ ഒരു അംശം കൂടെ കാണില്ല. വണ്ടികളിങ്ങനെ ചേറിപ്പായാണ്. ഈ ലൈറ്റ് കാണുന്നത് മറ്റേ എണ്ണ എടുക്കണ കമ്പനി കേട്ടോ, എണ്ണക്കിണറാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ. മണലിൽ നിർത്തിക്കുകയാണ്. ഞങ്ങൾ കുറച്ചു നേരം കടന്നിറങ്ങാൻ വേണ്ടി കണ്ടേ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞാൽ 8 മണിയാകുമ്പോൾ നീച്ച് പോകും. ഞങ്ങൾ 2 മണിക്കാണ് പോകുന്നത്. ഞങ്ങളപ്പോൾ ജോണ് ആണ്, കൊല്ലം ജോണുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ സർഫിയിലാണുള്ളത്. നമ്മളെ നാട്ടിലത്തെ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതാ കിടക്കണ ഓരോരുത്തർ. ഞങ്ങളുണ്ട് വീഡിയോ. അത് നമ്മൾ നാട്ടുകൂട്ടത്തിൽ അപ്പോൾ നമ്മളെ ചെറുക്കന്മാരിത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ഗ്രൂപ്പ് തന്നെ. ഞാനിതാക്കണോ, ഇതാക്കണോ, എല്ലാവരും ഉണ്ട് ഇവിടെ. താറ്, കുഞ്ഞിപ്പ നിൽക്കുന്നു, അൻവർ നിൽക്കുന്നു, കുഞ്ഞാലിതാ നിൽക്കുന്നു, ഇജാസ് നിൽക്കുന്നു. അവങ്ങി പിടിച്ചാണ്. അങ്ങനെ ഷറഫീലുണ്ട് നമ്മള്. സംസം ബൂഫിയ അതാ കിടക്കണേ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞൊക്കെ വീണ്ടും അൽബേക്ക് തന്നെ കേട്ടോ. അൽബേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ഇതൊന്നും നോക്കൂ. $3 ഈ പെപ്സിക്ക്. അൽബേക്കിൻ്റെ പെപ്സിക്ക് 3 റിയാല്. 17 റിയാല് ബ്രോസ്റ്റിന്. രണ്ടിന് എത്ര റിയാലാ? എൻ്റെത് 17. അതേ റേറ്റ് തന്നെ അല്ലേ? 17 റിയാലാണ് അതിനും.